നമസ്കാരം. ഈവനിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് മന്ദഗതിയിലെന്ന് റിപ്പോർട്ട്. ഉച്ചതിരിഞ്ഞ് 3 മണി കഴിയുമ്പോൾ പോളിംഗ് 50% പിന്നിട്ടുവെന്നാണ് കണക്ക്. ആത്മകഥ വിവാദത്തിൽ DGPക്ക് പരാതി നൽകി CPM അംഗം EP ജയരാജൻ ആത്മകഥ ഇതുവരെ എഴുതി കഴിയുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും EP നൽകിയ പരാതിയിൽ പറയുന്നു. NCP SP നേതാവ് ശരത് പവാറിന്റെ ചിത്രങ്ങളോ വീഡിയോയോ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്ന അജിത് പവാർ വിഭാഗത്തോട് സുപ്രീം കോടതി. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെന്നും ഇരു പാർട്ടികളും തങ്ങളുടേതായ വ്യക്തിത്വം പാലിക്കണമെന്നും കോടതി അജിത് പവാർ വിഭാഗത്തോട് പറഞ്ഞു. ബംഗാളിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൊല്ലപ്പെട്ടു. നോർത്ത് 24 പർഗാനസ് ജില്ലയിലെ നൈഹാട്ടി മണ്ഡലത്തിൽ ജഗത് ദലാലിലുണ്ടായ വെടിവെപ്പിലാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അശോക് സാവു കൊല്ലപ്പെട്ടത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറച്ചിട്ടും ബ്രിട്ടനിലെ ഏറ്റവും വലിയ 5 വായ്പാദായകർ മോർട്ട്ഗേജ് നിരക്ക് വർദ്ധിപ്പിക്കുകയാണ്. സാന്റാൻഡർ, TSB, HSBC, വെർജിൻ മണി, നാഷൻ വൈഡ് ബിൽഡിംഗ് സൊസൈറ്റി എന്നിവരാണ് ഈ ആഴ്ച ഫിക്സഡ് റേറ്റഡ് മോർട്ട്ഗേജിൽ നിരക്ക് വർധനയുണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഗിൽജിത് ബൾട്ടിസ്ഥാൻ പ്രവിശ്യയിലെ ദിയാമർ ജില്ലയിൽ വിവാഹ സംഘം സഞ്ചരിച്ച ബസ് സിന്ധു നദിയിലേക്ക് മറിഞ്ഞ് 26 പേർക്ക് ദാരുണാന്ത്യം. ഗിൽജിത് ബൾട്ടിസ്ഥാനിലെ ആസ്തോറിൽ നിന്ന് പഞ്ചാബിലെ ചൊക്കാലിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടം. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിന് ഇറാനിൽ 43-കാരനെ പരസ്യമായി വധിച്ചു. മുഹമ്മദ് അലി സലാമത്തിനെയാണ് തൂക്കിലേറ്റിയത്. റഷ്യൻ കോടീശ്വരനും ടെലിഗ്രാം CEOയുമായ പാവൽ ദുറേവ് തന്റെ ബീജവും IVF ചികിത്സയും സൗജന്യമായി നൽകാമെന്ന വാഗ്ദാനവുമായി രംഗത്ത്. ബീജദാനത്തിലൂടെ നിരവധി കുട്ടികളുടെ പിതാവായ ടെക് ബോസ് തന്റെ ബീജം ഉപയോഗിക്കാൻ തയ്യാറുള്ള സ്ത്രീകൾക്ക് സൗജന്യ IVF ചികിത്സ വാഗ്ദാനം ചെയ്യുന്നതായി മോസ്കോ ആസ്ഥാനമായുള്ള ഒരു ക്ലിനിക് അൾട്രാവിറ്റയാണ് അവകാശവാദവുമായി രംഗത്ത് വന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും സർക്കാരും ഇസ്രയേലിനേക്കാൾ ഭയപ്പെടുന്നത് സ്വന്തം ജനതയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനിലെ ഭരണകൂട ഭീകരതയിൽ ജനങ്ങൾ അസ്വസ്ഥരാണെന്നും അവരുടെ പ്രതിഷേധങ്ങളിൽ സർക്കാർ പേടിച്ചിരിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. 1 വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം പേസ് ബൗളർ മുഹമ്മദ് ഷമി മത്സര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുന്നു. ബുധനാഴ്ച തുടങ്ങുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മധ്യപ്രദേശിനെതിരെ ബംഗാൾ ടീമിനു വേണ്ടി ഷമി കളിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇൻഡോറിലാണ് മത്സരം. ഈവനിംഗ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.